ഇന്നെന്താ അതാ സ്പ്രൈറ്റുമായിട്ടാണ് വന്നേക്കണേ. എന്തിനാ ഈ സ്പ്രൈറ്റ് എന്നറിയോ? നമുക്കൊരു അടിപൊളി മോജിറ്റോ ഉണ്ടാക്കിയാലോ? ഈ സ്പ്രൈറ്റും ഉണ്ട് പച്ചമാങ്ങ മോജിറ്റോ. അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണാം. ദാ അതിനുള്ള സാധനം ഇപ്പം നമ്മുടെ ഇതിലേക്ക് എത്തും. ദാ പിടിച്ചോ, കണ്ടോ? ഇതാണ് നമ്മുടെ പച്ചമാങ്ങ മോജിറ്റോ ഉണ്ടാക്കാനുള്ള സാധനം. അപ്പം സ്റ്റാർട്ട് ചെയ്താലോ? നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മളുടെ മോജിറ്റോ ഉണ്ടാക്കാനായിട്ടുള്ള, കണ്ടോ, ഇതാണ് സംഭവം. നമ്മുടെ കച്ചാമാങ്ങ മിഠായികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോജിറ്റോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട എത്ര മിഠായി വേണോ അത്രയും മിഠായികൾ നമുക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കാം. അതിനുശേഷം ഇതെല്ലാം പൊളിച്ചിട്ടൊരു പരിപാടിയുണ്ട്. അതൊരു പൊളി പരിപാടി തന്നെ കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മിഠായികളൊക്കെ ഇവിടെ ഇരിക്കട്ടെ. കൂട്ടത്തിൽ വേറെമാരൊക്കെ ഉണ്ട് കേട്ടോ. അത് വെറുതെ വാങ്ങിച്ചു എന്നേ ഉള്ളൂ, 1-2 അപ്പോൾ അതാ നമ്മളുടെ കച്ചമാങ്ങ മിഠായികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ എങ്ങനെ മോജിറ്റോ ആക്കി മാറ്റാമെന്ന് നോക്കാം. അപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ചടുക്കുക അങ്ങോട്ട്, അത്ര തന്നെ. ആഹാ, കണ്ട, ഇങ്ങനെ പൊളിച്ചടുക്കിയിട്ട് വരാം എല്ലാവരെയും. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യണേന്ന് കാണാം കേട്ടോ. പാർലെ കച്ചാ മാംഗോ ബൈറ്റ്. ഫൈനലി നമ്മൾ 16ാമത്തെ മാംഗോ ബൈറ്റിനെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഒരു 16 മാംഗോ ബൈറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവനെയൊക്കെ നമുക്ക് അങ്ങോട്ട് ലാസ്റ്റ് വൺ വന്നങ്ങോട്ട് അടിച്ചിട്ട് വരാം. അപ്പം ആഹാ, നമ്മുടെ അടിപൊളി കച്ചാ മാംഗോ റെഡി. ഇനി നമുക്ക് മോജിറ്റോ റെഡിയാക്കാം. അപ്പോൾ അടുത്ത പരിപാടി മോജിറ്റോ റെഡിയാക്കൽ. അതിനായിട്ട് നമ്മളുടെ ഗ്ലാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കച്ചാ മാംഗോയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ? അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്രൈറ്റ് ഊട്ടിയെ എടുക്കുക, അങ്ങോട്ട് ഷീന്ന് പൊട്ടിക്കുക. ആഹാ, അങ്ങനെ നമ്മളുടെ ഇതാ കച്ചാ മാംഗോ മോജിറ്റോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. യെസ്, നമ്മുടെ മോജിറ്റോയെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം.